ഇനി വൃശ്ചിക നാളുകൾ. മാമലകൾക്കപ്പുറത്ത് മറഞ്ഞുകിടക്കുന്ന ശബരിമല എന്ന തപോഭൂമി ഉണരുകയാണ്. മഞ്ഞിൻ്റെ കുളിരും മന്ത്രോപാസനകളുടെ വിശുദ്ധിയുമായി പൂങ്കാവനം ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി ഭക്തരെ വരവേൽക്കാൻ. പച്ചപ്പരിഷ്കാരത്തിൻ്റെ ഉടുത്തുരുങ്ങലുകൾ അഴിച്ചുവെച്ച് ശരണമന്ത്രങ്ങൾ കോർത്ത മാല ധരിച്ച് വ്രതാനുഷ്ഠാനങ്ങളുടെ ചിട്ടവട്ടങ്ങളിൽ പുണ്യപാപ ചുമടുകളുമേന്തി കാടും മേടും കടന്നുള്ള തീർത്ഥാടനത്തിന് മനസ്സും ശരീരവും പരിഭാഗമാകുന്ന കാലമാണ് ഇത്. മാറിവന്ന കാലം എന്തൊക്കെ നവോത്ഥാനം കൊട്ടിഘോഷിച്ചാലും കാലം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു നിഷ്ഠയുണ്ട്. വൃശ്ചികമായാൽ മാലയിടണം. 41 ദിവസം വ്രതം നോറ്റ് ശബരിമലയ്ക്ക് പോകണം. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയെ ദർശിച്ച് സായുജ്യമടയണം. കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അതിർത്തി കടന്ന് അന്താരാഷ്ട്ര പ്രസക്തി നേടിയ ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വന തീർത്ഥാടന കേന്ദ്രമാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വിശ്വസാഹോദര്യത്തിൻ്റെയും ആരൂഢം. തത്വമസി എന്ന സാമവേദ വാക്യത്തിലൂടെ ഭക്തനെയും ഭഗവാനെയും ഒന്നായി കാണുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു സന്നിധി, സാക്ഷാൽ ശബരിമല ശ്രീലകം. ഈ 18 തത്വസോപാനങ്ങൾക്ക് മുകളിൽ ജാതിയില്ല, മതമില്ല, ഉച്ചനീചത്വങ്ങളോ വർണ്ണവിവേചനങ്ങളോ ഇല്ല. ഉള്ളത് അയ്യപ്പൻ മാത്രമാണ്. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് കൃത്യമായ വ്രതനിഷ്ഠയോടെ ദർശനത്തിന് വരുന്ന ഏതൊരു ഭക്തനും ഭഗവാനെ ദർശിക്കാം. ജാതിമതഭേദമില്ലാതെ ദർശനത്തിന് വരുന്ന എല്ലാവരെയും അയ്യപ്പന്മാരായി കാണുന്ന ഈ കലിയുഗ ദൈവത്തിനെ ആരാധിക്കുന്നവർ ഹൈന്ദവരോ ഭാരതീയരോ മാത്രമല്ല. ഇന്ന് ലോകത്തിൻ്റെ പല കോണിൽ, പല ദേശത്തിൽ, പല ഭാഷയിൽ അയ്യപ്പൻ ആരാധ്യ പുരുഷനാണ്. കലിയുഗ ദുരിതങ്ങൾ ഈ തിരുനടയിൽ ഇല്ലാതാകുന്നു എന്ന വിശ്വാസത്തിൽ ജനകോടികൾ അയ്യപ്പ ദർശനത്തിന് പ്രവഹിക്കുമ്പോൾ മാമലയിൽ വീണ്ടും ഒരു തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമാവുകയാണ്. വൃശ്ചിക നാളുകളുടെ കുളിരലകൾ ഏറ്റുവാങ്ങി നാടും നഗരവും കാടും കാട്ടാറും സ്വാമി ദർശനത്തിനൊരുങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന പൊരുളെന്തെന്നാൽ ഇത് അവനവനിലേക്ക് തന്നെയുള്ള യാത്രയാണ് എന്നാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ നടത്തുന്ന ആത്മസഞ്ചാരം. ഇവിടെ നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതനിഷ്ഠകളും സമർപ്പണങ്ങളുമൊക്കെ തന്നെ നമ്മളെ തിരിച്ചറിയാൻ നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങളാണ്. സ്വയം തിരഞ്ഞെടുക്കുന്ന കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും വഴിയിലൂടെയുള്ള ആത്മസാക്ഷാത്കാരം. ഒടുവിൽ വ്രതം കൊണ്ട് പരിഭാഗമാക്കിയ മനസ്സിനെ ഒരു നാളികേര ചിമിഴിലേക്ക് സ്വയംകൃതമായി അലിഞ്ഞു ചേർത്തുകൊണ്ടുള്ള മഹാതീർത്ഥാടനം. ഇവിടെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുകയാണ്. ഇങ്ങനെ സ്വജീവിതത്തെ സമർപ്പണമാക്കുന്ന ഒരു തീർത്ഥാടനം ലോകത്ത് മറ്റെവിടെയും ഉണ്ടാകില്ല.